Hello friends, welcome to Real Cook Food and Vlogs. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഷോപ്പിങ്ങിനാണ് കേട്ടോ പോണത്. കുറച്ച് ഡ്രസ്സുകൾ മേടിക്കണം, ഷോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പോയി നോക്കട്ടെ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന്. നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. മാസ്ക് മാറ്റിക്കൊണ്ട് മോളെ കുഞ്ഞു സാനിറ്റൈസറൊക്കെ ഇട്ട് റെഡി ആയിക്കോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു റെസിപ്പിയും ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടാണ് പുറത്തേക്കൊന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കുകയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല വലിയ പീസുകളായിട്ട് മുറിക്കരുത് കേട്ടോ, അപ്പോൾ പിന്നെ വേവാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മുക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. മാക്സിമം ഒരു 4 മണിക്കൂർ വെക്കാം. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. ഈ ഒരു ബട്ടർ മിൽക്കിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മോളാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്, ഫോണിൽ ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്കാവുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട്, ചെറിയൊരു കട. അവിടെ നിന്നാണ് ഞാൻ ടോപ്പുകളൊക്കെ ചില സമയത്ത് എടുക്കാറുണ്ട്. അപ്പോൾ ഷോളും കൂടി ആവശ്യമുണ്ട്. അതിപ്പോൾ ഇവിടെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ദൂരമുള്ള സ്ഥലത്തേക്ക് പോണത്. ഞങ്ങളൊരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ, കടുകശ്ശേരി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ്. ഒക്കെ വികസനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ വീടാണ് കേട്ടോ. ഇപ്പോൾ ഉമ്മയിപ്പം ഇവിടെ നിന്നല്ല താമസിക്കുന്നത്, ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. തോട് പൊട്ടികത്തോട് എന്നാണ് തോടിൻ്റെ പേര്. ആ തോട് കഴിഞ്ഞാൽ പിന്നെ കടുകശ്ശേരി മാറി ആറങ്ങോട്ടുകാരായി കേട്ടോ. ആ തോടാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. റോഡ് പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, കല്ലൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. എന്നാ വരിക എന്നാ ശരിയാവുക എന്നറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ യാത്ര ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇതാ കടയിലെത്തിയിട്ടോ. ഇവിടെ തന്നെയാണ് ഞാൻ മിക്കവാറും എടുക്കാറുള്ളത്. ടോപ്പുകളും നല്ല ഐറ്റംസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സുഖമായിട്ട് തിരക്കൊന്നും ഇല്ലാതെ എടുത്തു പോകാൻ പറ്റും. അപ്പോൾ മക്കൾക്ക് ഞാൻ കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ച് വണ്ടിയിൽ തന്നെ ഇരുത്താമെന്നുള്ള പ്ലാനാണ്. AC ഇടാൻ സമ്മതിക്കണില്ല. അപ്പോൾ വെയിലത്ത് തന്നെയാണ്. കുറച്ച് നേരം വണ്ടിയിൽ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കടയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കുകയാണ് കേട്ടോ അവരെ. അപ്പോൾ ചെറിയൊരു കടയാണെങ്കിലും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. കുട്ടികളുടെ ഡ്രസ്സായാലും ടോപ്പുകളായാലും അധികം വിലയൊന്നുമില്ല ഇവിടുന്ന് കേട്ടോ. ഞാൻ ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെരുന്നാളിനൊന്നും എടുത്തിട്ടില്ല ഡ്രസ്സുകളൊന്നും. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ നല്ല സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോളും അതുപോലെ തന്നെ ടോപ്പുകളും ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മക്കൾക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മക്കളും വന്നിട്ട് നോക്കാൻ തുടങ്ങി. ഇവിടെ ആരുമില്ല, അപ്പം അതുകൊണ്ട് തന്നെ സേഫാണ്. ഞാൻ ജസ്റ്റ് ചെറിയൊരു കടയാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ് നമുക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത ഐറ്റംസ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. മേടിച്ചതൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഇതാണ് പൊട്ടികത്തോട് എന്ന് പറഞ്ഞ തോട്. ഇതിനപ്പുറം കടുകശ്ശേരിയും ഇപ്പുറം ആറങ്ങോട്ടുകരയാണ് കേട്ടോ. കണ്ടോ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് കേട്ടോ. പ്രത്യേകിച്ച് 2 വീലർ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ പോവുക കേട്ടോ. എന്നാൽ ഈ റോട്ടിലൂടെയൊക്കെ നന്നായിട്ടൊന്ന് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുകയാണാവോ? കാത്തിരിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. വീട്ടിലെത്തിയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രോസ്റ്റഡിനുള്ള പരിപാടി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. വെള്ളം അധികം ആവാൻ പാടില്ല. നമുക്ക് ഈ ബാറ്റർ ഈ ഒരു ചിക്കനിലോട്ട് പിടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണായിട്ട് ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടും അതിന്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ടും ഈ ഒരു ബാറ്ററിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ഡ്രൈ പൗഡർ ഉണ്ടല്ലോ, അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഈ ഒരു പൗഡറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് ചൂടായ എണ്ണ ആയിരിക്കണം. അതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, കാരണം പെട്ടെന്ന് തന്നെ ഇത് ഉള്ള വേവും ഇല്ല, അതുപോലെ തന്നെ പുറം നന്നായിട്ട് കരിയുകയും ചെയ്യും. ഇനി നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ കുക്കറിൽ ഒന്ന് ആവി കയറ്റുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. കാരണം ഉള്ളൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ള പീസസൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്രഞ്ചി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്